ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധവാനാണ് എന്നാണ്. അല്ല സഹോദരങ്ങളെ, പലരുമല്ല. നമ്മുടെ പല തെറ്റുകളെക്കുറിച്ചും നമുക്കറിയില്ല, നമുക്ക് ബോധമില്ല. പലരും പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ചിലരൊക്കെ സ്വന്തം കുറ്റം ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ്, നന്മകളൊന്നും തീരെ ഇല്ലാത്തയാളാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് പറയും. പക്ഷെ അതിലൂടെ അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയ വിനയമുള്ള ആളാണ്, തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്ന ആളാണ്. അല്ല, നീ അങ്ങനെ നാവ് കൊണ്ട് നിന്റെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം നീ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ പിശാച് നിന്നെക്കുറിച്ച് നീ വിനയമുള്ള ആളാണ് എന്ന് അതിലൂടെ തോന്നിപ്പിക്കുകയാവാം. മറ്റുള്ളവർ നിന്റെ തെറ്റുകൾ തിരുത്തി തന്നാൽ ഇത് ഹറാമാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു തന്നാൽ നിന്റെ നിലപാടെന്താണ്? ആ സമയത്ത് ആ വിനയവും താഴ്മയും ഒക്കെ കാണാനുണ്ടോ? തിരുത്താനുള്ള ഭാവമുണ്ടോ? അവിടെയാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്. അവിടെ ആലോചിക്കുക, സ്വന്തം തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക എന്നത് മുഹാസബത്തുൻ നഫ്സിൻ്റെ സൽഫലങ്ങളിലൊന്നാണ്.